Boche Gold and Diamonds. Buy now, pay later. ഒറ്റപ്പാലം പാലപ്പുറത്ത് വീട്ടിൽ മോഷണശ്രമം. കൊട്ടാരപ്പാട്ട് ശ്രീനിവാസന്റെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത്. വീടിന്റെ ടെറസിൽ കയറി ഇഡലിയും കറിയും കഴിക്കാനൊരുങ്ങവേ നായ കുറിച്ചതോടെ മോഷ്ടാക്കൾ ഇറങ്ങി ഓടി. ടെറസിനോട് ചേർന്നുള്ള മേൽക്കൂര തകർത്തിട്ടുണ്ട്. ശനിയാഴ്ച പുലർച്ചെ 3 മണിയോടെ ലുങ്കിയും ഷർട്ടും ധരിച്ചെത്തിയയാൾ വീടിന്റെ ഗേറ്റ് തുറന്നെത്തി കോണി കയറി മുകളിലെ ടെറസിലെത്തി. ഇവിടെ ഇഡലിയും കറിയും തുറന്നുവെച്ചു. മോഷ്ടാവ് മറ്റൊരാളോട് സംസാരിക്കുന്നതും CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇതിനിടെയാണ് നായകുറിച്ച് വീട്ടുകാർ ഉണർന്ന് ബഹളം വെച്ചതോടെ ഇയാൾ ഇറങ്ങി ഓടിയത്. ഇവരുടെ പരാതിയിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. ഒരു 1:45 നമ്മുടെ ഇവിടെ നായകുര കിട്ടു. അപ്പം നമ്മളത് ശ്രദ്ധിച്ചില്ല. പിന്നെ രണ്ടാമതൊരു 3:45 നായകുര കേട്ടപ്പോൾ നമ്മൾ CCTV നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരാൾ ഗേറ്റ് തുറന്ന് പുറത്തു പോയി കണ്ടു. അപ്പം നമ്മൾ അപ്പോഴേക്കും വീട്ടിൽ എൻ്റെ മോനും ഭാര്യയൊക്കെ ഇരിച്ചിട്ടുണ്ടായിരുന്നു. ആളോട് നിൽക്കാൻ പറഞ്ഞ ആൾ അങ്ങനെ തിരിഞ്ഞു കണ്ടുപോയി. പിന്നെ ഞങ്ങൾ CCTV ഒക്കെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇയാൾ വരുമ്പോൾ കയ്യിലൊരു പൊതി ഉണ്ടായിരുന്നു. അത് ഇന്ന് കാലത്ത് നോക്കുമ്പോൾ ഇയാൾ വന്നിട്ട് ഡയറക്റ്റ് പിന്നിൽ നിന്ന് ഞങ്ങളുടെ ബാക്കിൽ നിന്ന് മുകളിലേക്ക് കയറാനുള്ള ഒരു കോണിയുണ്ട്. ആ കോണിയിൽ കയറിയിട്ട് ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഫ്ലോറിൽ കയറിയിട്ട് അവിടെ ഈ പൊതി വെച്ചിട്ടുണ്ട്. ഇന്ന് കാലത്ത് പരിശോധിച്ചപ്പോൾ അതിൽ 21 ഇഡ്ഡലി ഇരിക്കുന്നുണ്ട്. അയാൾ അവിടുന്ന് ഇങ്ങനെ നടക്കാൻ നോക്കിയപ്പോൾ നമ്മളെ ജിപ്സം അടിച്ചൊരു ഫോൾ സീലിംഗ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ മൂപ്പര് താഴത്തേക്ക് വീണു. അങ്ങനെ എണീച്ച് പോയതായിരിക്കാം. പക്ഷെ പോണതിൻ്റെ മുന്നേ ആൾ വീടിൻ്റെ ചുറ്റും 2-3 പ്രാവശ്യം ഒന്ന് റൗണ്ട് അടിച്ചു. അതിൻ്റെ ഉള്ളിൽ ആൾ പറയുന്നുണ്ട് അയ്യോ ഇവിടെ CCTV ഉണ്ടെന്ന്. അപ്പോൾ ഇയാൾ ഒറ്റയ്ക്കല്ല, കൂടെ ഒരു 1-2 പേര് ഉണ്ടായിരിക്കണം എന്നാണ് നമ്മുടെ ഒരു നിഗമനം. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.